നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അഹല്യ ഹോസ്പിറ്റൽ ജീവിതരേഖയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേശ് പയ്യന്നൂർ. ഇന്ന് ജീവിതരേഖയിൽ സാമ്പത്തികാസൂത്രണവും നിക്ഷേപ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജിയിൽ ജിയോജി സെക്യൂരിറ്റീസിന്റെ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിന്റെ ചെയർമാനുമായ ശ്രീ കെ വി ഷംസുദ്ദീനാണ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഷംസുദ്ദീൻ. ഗുഡ് മോർണിംഗ് രമേശ് ജി. എന്താണ് മാർക്കറ്റ്? മാർക്കറ്റ് സ്വല്പം താഴ്ന്നിരിക്കുകയാണ്. BSE ഇൻഡെക്സ് 54 പോയിന്റ് താഴ്ന്നിട്ട് 29,406 NSE 9,133 ഇപ്പോൾ കാണുന്നത്. 17.65 പോയിന്റ് താഴ്ന്നിരിക്കുന്നു. അതേസമയത്ത് നമുക്ക് ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം, GST പ്രസിഡന്റ് സൈൻ ചെയ്തിരിക്കുന്നു. GST ബില്ല്. അപ്പോൾ ജൂലൈ 1 മുതൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണ്. അതോടുകൂടി ഇന്ത്യയിലുള്ള നിരവധി ടാക്സുകളുണ്ടല്ലോ, വസ്തുക്കളുടെ അതെല്ലാം ഏകീകൃതമായ ഒരു ടാക്സ് സംവിധാനത്തിലേക്ക് വരുമ്പോൾ വളരെയധികം സംവിധാനം ഉണ്ടാകും. പ്രത്യേകിച്ചും കേരളം പോലുള്ള സ്റ്റേറ്റുകൾക്ക് അതൊരു ബൊണാൻസ ആയി മാറും എന്നാണ് പറഞ്ഞത്. ഈയിടെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഡോക്ടർ തോമസ് ഐസക് ഇവിടെ വന്ന സമയത്ത് പറയായിരുന്നു, കേരളത്തിന് അതായത് ഇന്ന് നിലവിലുള്ള ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, അതെല്ലാം മാറിക്കിട്ടും. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ വരുമ്പോഴേക്ക് വലിയൊരു ആനുകൂല്യമാണ് കിട്ടാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഒരു ഉൽപ്പാദന സംസ്ഥാനമല്ലാത്ത ഉപഭോഗ സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ച് വളരെയധികം നേട്ടം ഉണ്ടാകുന്നതാണ്. മൊത്തത്തിൽ അത് ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് വളരെയധികം മുതൽക്കൂട്ടുണ്ടാക്കുന്നതാണ്. വിദേശ ഇവരെല്ലാം, മാർക്കറ്റിൻ്റെ നിരീക്ഷകരെല്ലാം പറയുന്നത്, ഇന്ത്യയിൽ അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു വിപ്ലവം ഒരു സാമ്പത്തിക മേഖലയിൽ ഒരു നാട്ടിലും നടന്നിട്ടില്ല. അങ്ങനൊരു സംഭവമാണ് GST എന്നുള്ളതാണ്. മാത്രമല്ല ഇതൊരു തുടക്കമായിരിക്കും. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇതുപോലെ തന്നെ വളരെ അധികം എക്കോണമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന വിധത്തിലുള്ള പല മാറ്റങ്ങളും പല നടപടിക്രമങ്ങളും ഉണ്ടാവുമെന്നാണ് അവരെല്ലാം കാണുന്നത്. ഇനിയൊരു സാമ്പത്തിക പരിഷ്കരണം വരാനുള്ള സാധ്യതയുണ്ടോ? ഇനി എളുപ്പമാണല്ലോ, കാരണം അതൊരു ബേസ് വന്നു, പിന്നെ ഭൂരിപക്ഷം അവർക്കുണ്ടാവുന്നു. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ നോക്കുമ്പോൾ 2019 കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ഇതേ ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരുമെന്ന സൂചനയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈയിടെ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ വ്യക്തി, മാർക്കറ്റ് അനലൈസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, സാധാരണ പറയാറുണ്ട് മദർ ഓഫ് ബുൾ റൺ എന്നൊക്കെ പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഗ്രാൻഡ് മദർ ഓഫ് ബുൾ റൺ കാണാൻ പോവുകയാണ് ഇന്ത്യ അടുത്ത 10-15 വർഷത്തിലിടയ്ക്ക് എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ കാണാത്ത അത്ര വലിയ സാമ്പത്തിക കുതിപ്പ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ എല്ലാ നിക്ഷേപകരും മനസ്സിരുത്തി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് ഒരിക്കലും ഇങ്ങനെ കുത്തനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കില്ല. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ലോകത്തുണ്ടാകുന്ന പല സംഭവവികാസങ്ങളും മാർക്കറ്റിന് ചില സമയത്ത് കറക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി സഹായകമായി തീരും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതെല്ലാം ഒരു അവസരമായി കണ്ടുകൊണ്ട് കഴിയുന്നത്ര ഓഹരികൾ, നല്ല ഓഹരികൾ സ്വായത്തമാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കണം. റിതൻ ദേശായിയാണ് ഈ പറഞ്ഞത്. അദ്ദേഹത്തിന് അങ്ങനെ ഈ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ലൈഫിൽ കേട്ടിട്ടില്ല. അത്രയും ശുഭപ്രതീക്ഷയാണ് ഉള്ളത്. മറ്റൊരു പ്രധാന കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം താല്പര്യത്തിലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ലോകത്തിലെവിടെയും കാണാത്ത അത്ര വിധത്തിലുള്ള ഒരു റിട്ടേൺ കിട്ടുന്ന സാഹചര്യം ഇന്ത്യയിലുണ്ട് എന്നുള്ള ബോധ്യം അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു വലിയൊരു ശുഭപ്രതീക്ഷയാണ്. അതുപോലെ തന്നെ മറ്റൊരാൾ ജിം റോജേഴ്സ് എന്ന് പറയുന്നത് കമ്മോഡിറ്റീസ് ട്രേഡിങ്ങിൻ്റെ ഗുരുവാണ്. അദ്ദേഹം പറഞ്ഞത്, ഐ ആം അമേസ്ഡ് ആൻഡ് സ്റ്റൺഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അതായത് ഈ നിലക്കുള്ള ചില തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇനിയും ഇതിനേക്കാൾ
ശക്തമായിട്ടുള്ള തീരുമാനം ഗവൺമെൻറ് എടുക്കുകയും മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഈയിടെ ആസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അവർ പറയുന്നത് ഞങ്ങൾക്ക് വളരെയധികം വിശ്വാസമുണ്ട് ഇന്ത്യയിൽ, ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ് ഇന്ത്യയിൽ, അത് ഡബിളെങ്കിലും ആക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും. അപ്പോൾ ഇന്ത്യയിൽ വന്ന് കാര്യങ്ങൾ കാണുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാവരും തന്നെ ഇന്ത്യയിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ രാഷ്ട്രത്തോട് വിശ്വാസം കാണിക്കണം. ലോക ജനത, ലോക നിക്ഷേപകർ ഇത്രമാത്രം വിശ്വാസം കാണിക്കുമ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ അതിൽ കൂടുതൽ വിശ്വാസം കാണിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് എപ്പോഴും ഇന്ത്യയിൽ സമ്പദ്ഘടനയുടെ വളർച്ചയിലും രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയിലും പങ്കാളിയാവണമെങ്കിൽ നമ്മൾ പണം ബാങ്കിലിട്ട് വെച്ചാലോ, വസ്തു വാങ്ങിച്ചു വെച്ചാലോ, സ്വർണം വാങ്ങിച്ചു വെച്ചാലോ, കച്ചവടം ചെയ്താലോ ഒന്നും തന്നെ ലഭിക്കാൻ പോകുന്നില്ല. അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒപ്പം നമ്മളും പോയിക്കൊണ്ടിരിക്കണം. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒഴുക്കിൽ നമ്മൾ ഒഴുകാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ചില രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാവുക എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചാലോ അല്ലെങ്കിൽ വസ്തു വാങ്ങിച്ച് ഒരു ഫലവും ലഭിക്കാതെ ഇട്ട് വെച്ചാലോ അതൊന്നും പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. അതേസമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ കമ്പനികളിൽ പങ്കാളികളായിത്തീരുകയാണ്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൽ ഓഹരി വാങ്ങിച്ചാൽ ആ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പങ്കാളിയായിത്തീരുകയാണ് നമ്മൾ. ഒരു നിക്ഷേപകൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള നിക്ഷേപങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, മുഴുവൻ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗമെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനിയുള്ള കാലങ്ങളിൽ ശരിക്ക് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഹല്യ ഹോസ്പിറ്റൽ ജീവിതരേഖ തുടരുന്നു. സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രീ കെ വി ഷംസുദ്ദീനാണ്. മറ്റൊരു പ്രധാന കാര്യമുള്ളത്, ഇവിടെ ഉള്ള ധാരാളം നിക്ഷേപകരകളിൽ കെയ്ൻ ഇന്ത്യയുടെ ഷെയറുണ്ട്. കെയ്ൻ ഇന്ത്യയുമായി വേദാന്ത മെർജ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വേദാന്ത അതിൻ്റെ ഫലമായി നമുക്ക് ഒരു ഷെയർ, കെയ്ൻ ഇന്ത്യയുടെ ഒരു ഷെയറുള്ള ആളുകൾക്ക് ഒരു ഷെയർ വേദാന്തയുടെ കിട്ടും. അതുപോലെ തന്നെ 7.5% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് RPS വേദാന്തയുടെ ഫേസ് വാല്യൂ 10 rupees വെച്ചുകൊണ്ടുള്ളത് ലഭിക്കുകയും ചെയ്യും. ഈ 4 RPS എന്ന് പറഞ്ഞാൽ അതിന് നിർബന്ധമായിട്ടും 7% റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. അതേസമയത്ത് അതും ട്രേഡ് ചെയ്യും, അതും നമുക്ക് വിൽക്കാൻ സാധിക്കും. അതിനുള്ള സൗകര്യങ്ങളും സംവിധാനം ഉണ്ടാവും. ഒരു 3 മാസത്തോടു കൂടി അതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ 17.7% ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് വേദാന്ത, ഇത് ഈ മെർജിങ്ങിന് മുമ്പായിട്ട്. അപ്പോൾ വേദാന്തയുടെ ഷെയറുള്ളവർക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയാൻ ധാരാളം ആളുകൾ ചോദിക്കുന്നുണ്ട്, എവിടെ എന്തെല്ലാം നിക്ഷേപ അവസരങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ധാരാളം ഗവൺമെൻറ് കമ്പനികൾ ഡിസിൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഡിസിൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളിലെല്ലാം പ്രവാസികളായിട്ടുള്ള നിക്ഷേപകർക്ക് നിക്ഷേപിക്കാനുള്ള അവസരം ഉണ്ടാകും. മുമ്പ് പറയാറുള്ള പോലെ അതിന് ഡെപ്പോസിറ്ററി അക്കൗണ്ട് വേണം, ബാങ്കിങ് അക്കൗണ്ട്, PAS അക്കൗണ്ട് വേണം. അങ്ങനെയുള്ളതെല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി വെച്ചാൽ മാത്രമേ അത്തരം അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുള്ളൂ. ഈ സന്ദർഭത്തിൽ വാങ്ങിക്കാൻ അനുയോജ്യമായ ധാരാളം കമ്പനികളുണ്ട്. പലരും ചോദിച്ചിരുന്നു. ചില നിർദ്ദേശങ്ങളാണ് ഞാൻ വെക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് 609 ടാർഗറ്റ് വെച്ചുകൊണ്ട് വാങ്ങിക്കാം. അതുപോലെ വെസ്റ്റ് ലൈഫ് ഡെവലപ്മെൻറ്റ് ടാർഗറ്റ് 260 ഡോക്ടർ റെഡ്ഡീസ് ലാബ് 2620 അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സ് ഇന്ത്യ 190 FIEM ഇൻഡസ്ട്രീസ് 1260, മിൻഡ കോർപ്പറേഷൻ MINDA മിൻഡ കോർപ്പറേഷൻ 142 യെസ് ബാങ്ക് 2110 ഇലക്ട്രോണിക്സ് 200 അതുപോലെ ശോഭ ലിമിറ്റഡ് ധാരാളം ആളുകളുടെ കയ്യിലുണ്ട്. അക്യുമുലേറ്റ് ചെയ്താൽ നല്ലതാണ്, ഹോൾഡ് ചെയ്താൽ നല്ലതാണ്.
അതുപോലെ തന്നെ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയ മറ്റൊരു കമ്പനി വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്. ഇതെല്ലാം വളരെ നിക്ഷേപിക്കാൻ അനുയോജ്യമായ കമ്പനികളാണ്. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സെയിൽ ഇന്ത്യയുടെ 10%, അതുപോലെ OFSൻ്റെ 10% സ്റ്റേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നാഷണൽ NHPCയുടെ 10% സ്റ്റേക്കാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ 15% NLC ഇന്ത്യയുടെ ഷെയർസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. IOCയുടെ 3% ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നല്ല അവസരങ്ങളായിട്ട് നമ്മൾ കാണേണ്ടതാണ്. അതിനെല്ലാം ഈ വക സംവിധാനങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓഹരികളിൽ നിക്ഷേപിക്കുന്നത് പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്പോളത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മാധുര്യം നമുക്ക് നുകരാൻ സാധിക്കുള്ളൂ. അതിന് ഓഹരി നേരിട്ട് വാങ്ങുന്നതിന് പകരം അതിനുള്ള സൗകര്യങ്ങളും അതിനുള്ള വിവരവും ഇല്ലാത്തവരാണെങ്കിൽ ഏറ്റവും നല്ലത് മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ടിൽ എത്രയോ ആളുകൾ തുച്ഛമായ പലിശയ്ക്ക് ബാങ്കിലിട്ട് വെച്ച ആളുകളുണ്ട്. അവർക്കെല്ലാം ഈ സന്ദർഭത്തിൽ അതിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ എത്രയോ ഭേദപ്പെട്ട റിട്ടേൺ കിട്ടും. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇരട്ടിയെങ്കിലും കിട്ടും ടാക്സ് ഫ്രീ ആയിട്ടുള്ളത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ 2 മേഖലയിലും, അതുപോലെ തന്നെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്, ധാരാളം അവസരങ്ങളുണ്ട്. മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതേസമയത്ത് മറ്റുള്ള ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള പദ്ധതികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കതുകൊണ്ട് അനുഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് അല്ലെങ്കിൽ ഒരു പരാജയത്തിൻ്റെ ഭാഗം ഇന്ന് വളരെ വളരെ കുറവും, അതേസമയത്ത് നേട്ടങ്ങളുടെ അവസരം വളരെ കൂടുതലുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും വിനീതമായി നിർദ്ദേശിക്കുകയാണ്. അതെല്ലാം വേണമെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ്. അത് പാൻ കാർഡ് ഇല്ലാത്തവർക്ക് എടുക്കണമെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പാസ്പോർട്ട് ഫോട്ടോ കോപ്പി, വിസയോടുകൂടി നമ്മുടെ 2 ഫോട്ടോഗ്രാഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ, അതിനോടൊപ്പം തന്നെ നമ്മുടെ അഡ്രസ് പ്രൂഫിന് വേണ്ടി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്നിവ ഉണ്ടെങ്കിൽ നമുക്ക് പാൻ കാർഡ് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. നാട്ടിൽ പോകുന്നവരെ നാട്ടിൽ നിന്ന് എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. എന്തായാലും പാൻ കാർഡ് നിർബന്ധമാണ്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഡെപ്പോസിറ്ററി അക്കൗണ്ടും മറ്റുള്ള കാര്യങ്ങളെല്ലാം തുറക്കാൻ സാധിക്കും. NRI അക്കൗണ്ട് ഇല്ലാത്തവർ ആരും ഉണ്ടാവില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ ഓഫീസ് അതിനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ശ്രോതാക്കൾക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 0439141163 0439141163. ഹലോ. குட் மார்னிங் சார். ഗുഡ് മോർണിംഗ് ജീവിതരേഖ. சார் நான் என் பேரு ராஜுவன. രാജീവൻ പറയൂ. ഹലോ சார் സംശയം சார். കേൾക്കുന്നുണ്ട്. എന്താ രവി അറിയേണ്ടത്? சார் என்னுடைய பாஸ்போர்ட்ல ராஜான்ட்டு இருக்கும் உண்டு. എന്താണ്? എന്റെ പാസ്പോർട്ട് നേം வந்து ராஜான்ட்டு ഉണ്ട്. മനസ്സിലായില്ല. എന്റെ പാസ്പോർട്ട് നേം வந்து ராஜான்ட்டு ഉണ്ട്. പാസ്പോർട്ട് ലൈൻ വേറെയാണ്. ராஜான்ட்டு ഉണ്ട്. പിന്നെ നാട്ടില് മറ്റേ ആധാർ, റേഷൻ കാർഡ് എല്ലാം രാജുവിനുണ്ട്. അത് ശരി. അത് പാൻ കാർഡ് എടുക്കാനേ എങ്ങനെ എടുക്കണം ചേട്ടാ? ഇവിടെ നിന്ന് പാൻ കാർഡ് എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് നമുക്ക് ഒരു പേരേ ഉണ്ടാവാൻ പാടുള്ളൂ. അതെങ്ങനെ 2 പേര് വന്നത് എങ്ങനെ? അപ്പോൾ ഏതാണോ താങ്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലുള്ള പേര് ഏതാണ്? സ്കൂള് ആദ്യം ഞാൻ പഠിച്ചതെല്ലാം 66 ജനിച്ചത്. അത് അല്ല, അതിലെന്താ പേര് സ്കൂൾ സർട്ടിഫിക്കറ്റില്? രാജുണ്ടായിരുന്നു. ഏത് പാസ്പോർട്ടിലുള്ള പേരാണോ? പാസ്പോർട്ടിലെല്ലാം രാജാണ്ട് ഉണ്ടാവും. അത് ഞാൻ ബാംഗ്ലൂർ എടുത്തതാണ് പാസ്പോർട്ട്. അഡ്രസ് എല്ലാം കറക്റ്റ് ആണ്. അതല്ല ചോദിക്കുന്നത്, താങ്കളുടെ സ്കൂളിൽ ഉള്ള പേര് തന്നെയാണോ പാസ്പോർട്ടിലുള്ളത്? അല്ല, പാസ്പോർട്ടിലുള്ള പേര് വേറെയാണ്. അതെ, അങ്ങനെയാണെങ്കിൽ പാസ്പോർട്ടിലെ പേര് മാറ്റാൻ സാധിക്കും. ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ് ചെയ്ത് അതിൻ്റെ രേഖകളായിട്ട് ഇന്ത്യൻ എംബസിയിലോ കോൺസുലേറ്റിലോ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കും. ഒരാൾക്ക് ഒരു പേരേ ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നീട് എല്ലാം വളരെ ബുദ്ധിമുട്ടായി തീരും. ആധാറിലും പാൻ കാർഡിലും പാസ്പോർട്ടിലും എല്ലാം ഒരു പേരേ ഉണ്ടാവാൻ പാടുള്ളൂ.
இன்னும் நான் இப்போ 2 திவசம் முன்னே நம்ம ஆஃபீஸ் போய் புஷ்பான்ல ഓക്കെ. അവിടെ പോയിട്ട് കാണിച്ചപ്പോ പാസ്പോർട്ട് നേമിൽ പാൻ കാർഡ് എടുക്കാം, കുഴപ്പമില്ല. അല്ല, അത് താങ്കൾക്ക് പിന്നീട് ബുദ്ധിമുട്ടായി തീരും. അതിക്ക് വേണ്ടി കാരണം നാട്ടിൽ ആധാറിൽ ഒരു പേര്, താങ്കൾ വല്ല വസ്തു വല്ലതുണ്ടെങ്കിൽ, ലാൻഡോ വല്ലതും വീടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു പേര്, പല സ്ഥലത്തും പല പേരായി കഴിഞ്ഞാൽ താങ്കൾ പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിൽ റേഷൻ കാർഡിലാണ് ഡേറ്റ് ഓഫ് ബർത്ത് 1970. അതെല്ലാം ഇതിലെല്ലാം തിരുത്താനുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാം കറക്റ്റ് ചെയ്ത് ഒരു പേരും ഒരേ ഡീറ്റെയിൽസും ആവലാണ് ഇനിയുള്ള കാലത്ത് നല്ലത്. അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും നേരിടും. ഞാൻ 7-10 കൊല്ലം മുന്നേ നമ്മ ഓഫീസ് വന്ന് ചോദിച്ചിട്ട് ഇതേ കുഴപ്പമില്ല. എന്തായാലും ഇതാണ് ഇനി ചെയ്യേണ്ട മാർഗം. ഇപ്പം നാട്ടിലെ താങ്കളുടെ സ്വന്തമായിട്ടുള്ള വസ്തുക്കൾ എല്ലാം വേറെ പേരിലാണെങ്കിൽ ആ പേരിൽ പാസ്പോർട്ടും ആവലാണ് നല്ലത്. അത് മാറ്റാൻ പേര് പുതിയ പേര് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇന്ത്യൻ കൗൺസിലേറ്റിലോ ഇതിൻ്റെ കോപ്പിയെല്ലാം ആയി പോയി കഴിഞ്ഞാൽ മാറ്റാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. டேட் எல்லாம் மாற்ற முடியுமா ചേട്ടാ? ബർത്ത് ഡേറ്റ് 66 இருக்கும். പക്ഷെ അതിനുള്ള പ്രൂഫ് കാണിക്കേണ്ടായി വരും. ഇത് കോൺസുലേറ്റിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അഡ്വൈസ് കിട്ടും. சரி சார். ഓക്കെ, ശരി, വിളിച്ചതിന് നന്ദി കേട്ടോ. ഒരു പ്രധാന കാര്യം ഇപ്പോൾ നമുക്ക് കിട്ടിയൊരു ന്യൂസാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഫിനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി അർത്ഥശങ്കയ്ക്ക് ഇടവരാത്ത തരത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, NRE ആയിട്ടുള്ള ആളുകൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ ധാരാളമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നേരത്തെ പറഞ്ഞിരുന്നത് ആധാർ അത് കമ്പൽസറി ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് നിർബന്ധമല്ല, കൊടുക്കേണ്ടതില്ല എന്നുള്ളത് ഇതിപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ ശരിക്ക് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നൊരു കാര്യമാണ്. കാരണം ആധാർ ഇതിലെല്ലാം ചോദിക്കുന്നു. അതുകളിൽ കുട്ടികളെ അഡ്മിഷന് ഇപ്പോൾ നാട്ടിൽ പോയിട്ട് കുട്ടികൾ NRE ആയിട്ടുള്ള കുട്ടികൾ എൻട്രൻസിന് എഴുതുമ്പോൾ ആധാർ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്ന സമയത്ത് ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇതിനും പാൻ കാർഡ് എടുക്കാൻ ചോദിക്കുന്നു. ഇതിലൊക്കെ കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഓരോന്നായിട്ട് അത് നിർബന്ധമല്ല എന്നുള്ള അനൗൺസ്മെന്റ് വരികയാണ്. ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലോ. അതെ, അപ്പോൾ അതുകൊണ്ട് IT റിട്ടേൺ ഫയൽ ചെയ്യാൻ ആരും അതിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. ആധാർ ഇല്ലെങ്കിൽ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാം പാൻ കാർഡ് നൽകിക്കൊണ്ട്. അപ്പോൾ ഈ എല്ലാ കാര്യത്തിലും ഇങ്ങനെ എക്സംഷൻ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആരും വറി ചെയ്യേണ്ടതില്ല. നമ്മളിതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആധാർ കാർഡിന് പകരം സമഗ്രമായിട്ടുള്ള മറ്റൊരു കാർഡ് വരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇല്ല, ഇനി വേറൊന്നും വരില്ല. ആധാർ ആയിരിക്കും എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. പക്ഷേ അത് വരും. കാരണം അത് അപ്ഡേറ്റഡ് ആയിട്ട് വരുമായിരിക്കും. അതെ, ഇനി എന്താ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ NRIസിനും ആധാർ ചെയ്യാമെന്നുള്ളതിലേക്ക് വരും. ഇപ്പോഴുള്ള നിയമത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ റിസൈഡിങ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ നോൺ റെസിഡൻസിന് ഇല്ല എന്നുള്ളതാണ്. 181 ഡേയ്സ് നാട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ റെസിഡൻ്റായി മാറും, ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു മിസ്റ്റേക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്, ഞാനും എടുത്തിട്ടുണ്ട്. കാരണം ആ ഫോമിൽ ഒരു കോളം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളതൊന്ന് വായിച്ചു സൈൻ ചെയ്ത് കൊടുത്തു, വി ആർ റിസൈഡിങ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സും വെച്ചു എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുള്ളത് റോങ് അഫിഡവിറ്റ് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ എടുത്ത ധാരാളം ആളുകളുണ്ട്. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. പക്ഷെ ക്രമത്തിൽ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇത് ബാധകമാകും എന്നുള്ളതാണ്. ഹലോ, ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0439141663. ശ്രീ KV ഷംസുദ്ദീനാണ് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത്. ഹലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ജീവിതരേഖയാണ്. ആരാണ്? എൻ്റെ പേര് കൃഷ്ണൻ. കൃഷ്ണൻ പറയൂ. സാറിനോട് സംശയം ചോദിക്കാനാണ്. ചോദിച്ചോളൂ കൃഷ്ണൻ, കേൾക്കുന്നുണ്ട്. ആൻസർ ഇപ്പൊ സാർ പറഞ്ഞു, പക്ഷെ എനിക്കത് വ്യക്തമായില്ല. എന്താണ്? അല്ല, ഇപ്പൊ നമ്മളെ പാൻ കാർഡിൽ കൂടെ ആധാർ നിർബന്ധമാക്കി എന്നുള്ളത്. ഇല്ല, ഇനിയിപ്പോൾ പാൻ കാർഡ് എടുക്കാനോ NRIസിന് ആധാർ നിർബന്ധമല്ല എന്ന് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. പാൻ കാർഡ് എടുത്തിട്ടുണ്ട്, പാൻ കാർഡും ആധാറും ഇല്ല, അത് പ്രശ്നമില്ല. അത് നമ്മൾ ചിന്തിക്കണ്ട, നമുക്ക് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെപ്പറ്റി ഇനി അർത്ഥശങ്കയ്ക്ക് ഇടവരാത്ത വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ റിപ്ലൈ വന്നിട്ടുള്ളത്. ഫിനാൻസ് മിനിസ്റ്ററാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ച് ഒട്ടും വറി ചെയ്യണ്ട കേട്ടോ. ഓക്കെ, ശ്രോതാക്കൾക്ക് വിളിക്കണ നമ്പർ 0439141163. ഹലോ. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം, ആരാണ്? എൻ്റെ പേര് ശ്യാം എന്നാണ്. ശ്യാം. സാറേ, ഞാൻ ഒരു 3 വർഷം മുമ്പേ ആധാർ കാർഡ് എടുത്തിന്. അപ്പോ ഞാനതില് പറഞ്ഞത് നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രശ്നം വരിക. ഇനി എടുത്തത് വെച്ചിരിക്കുക. ഇനിയിപ്പോ അതിനെപ്പറ്റി ഈ നമ്മളിപ്പോ പറഞ്ഞാൽ ഈ പ്രശ്നം നമ്മളെല്ലാം ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങളും റിസൈഡിങ് ഇൻ ഇന്ത്യ എന്നുള്ളതിൽ ഇന്ത്യൻ അഡ്രസ് കൊടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുക. അല്ല, അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിന്റെ ആധാർ ലിങ്ക്ഡ് ആണ്. അതെ, ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അന്ന് ആധാർ ലിങ്ക് ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അന്ന് എടുക്കാൻ കാരണം. അതെ അതെ അതെ. ഇപ്പൊ ഗവൺമെന്റ് അത് നിർബന്ധമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ശരി. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഞാൻ ഈ SBI ലേനത്തെ പറ്റിയിട്ട് ചെക്കിന് വല്ല ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യത? ഒരു പ്രശ്നമില്ല. അതിന്റെ അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ചെക്കാണ് താങ്കൾ കയ്യിലുള്ളതെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഇപ്പോൾ SBI മാറിയിരിക്കുകയാണ്. പുതിയ ചെക്ക് കിട്ടുന്നത് വരെ താങ്കൾക്ക് ഇതേ ചെക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നിലവിൽ ഈ ചെക്ക് കൊടുത്തിട്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും. ഓക്കെ, ഞാനൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, പക്ഷേ താങ്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ബാങ്കിനോട് ആവശ്യപ്പെടുക ഒരു പുതിയ ചെക്ക് ബുക്ക് അയച്ചു തരാൻ. അപ്പോൾ SBIയുടെ ചെക്ക് അയച്ചു തരും. ഹലോ സാർ, എൻ്റെ സതീഷ്, ഞാൻ അബുദാബിയിലെ വിളിക്കുന്നത്. പറയൂ സതീഷ്. സതീഷ്, എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. സാറേ, ഞാൻ ഒരു 8 വർഷമായി സാറേ ഗൾഫിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇതിന്റെ മുമ്പ് സാറ് പറഞ്ഞ ചെറിയ ഡെപ്പോസിറ്റ് എനിക്കുണ്ട്. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഡെപ്പോസിറ്റ് ആണോ ഇൻവെസ്റ്റ്മെന്റ് ആണോ? എല്ലാ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് SBIന്റെ. SBIയുടെ മ്യൂച്വൽ ഫണ്ടിലാണോ? അതെ അതെ, ഒരു 4000 റുപ്യ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നമുക്ക് കൂട്ടണ്ടേ? അപ്പോഴത്തെ വീടിന്റെ പണിയാണ് എടുത്തത്. വീട് പണി കംപ്ലീറ്റ് ചെയ്ത് അതിനൊരു 10-60 ലക്ഷം റുപ്യ വന്ന്. ഓക്കെ, താങ്കള് എവിടെ ജോലി ചെയ്യുന്ന? 60 ലക്ഷം വലിയ വീട്. എവിടെ ജോലി ചെയ്യുന്ന? ഞാൻ സാറിന് വാട്സാപ്പിൽ അയച്ചു തന്നിരുന്നു എന്റെ വീട്. എന്നെ ക്ഷണിച്ചിരുന്നു. അതെ 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 അതെ. ഓക്കെ, ബാങ്കിനോടൊന്നും ഇല്ലാണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ വീടാ. അതെ, 60 ലക്ഷം വമ്പം വീടല്ലേ? അതെ അതെ, വലിയ വീട്, 2300 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. മൈ ഗോഡ്, എന്തിനാ അത്ര ആൾക്കാരുണ്ടോ വീട്ടില്? അദ്ദേഹം വിളിച്ചത് ഇല്ല സാറേ, അത് ഇതിനു മുമ്പ് ഞാൻ സാമ്പത്തികമായിട്ട് നല്ല ഇതിലായിരുന്നു നാട്ടില്. അപ്പൊ അന്നിട്ടത് അറിയായിരുന്നു, ഫൗണ്ടേഷൻ ആയിരുന്നു. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ നാട്ടിലേക്ക് ഇങ്ങോട്ട് വന്നു. ഇല്ലേ, ഞാൻ സംഭവം ഒന്ന് ഞാൻ രമേശ് ജി ആയിട്ട് ഷെയർ ചെയ്യണം. താങ്കൾ വിളിച്ചത്, അദ്ദേഹം നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്. അതുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവുകയാണ്. കാര്യമായിട്ടുള്ള വലിയൊരു സംഖ്യ ഒന്നും കടം മേടിക്കാതെ തന്നെ അദ്ദേഹത്തിന് വീട് പണിയാൻ സാധിച്ചു. അതിൽ വളരെ സന്തുഷ്ടനാണ്. എന്നിട്ട് ഇൻവിറ്റേഷനും ഇതെല്ലാം പറഞ്ഞു ഒന്ന് വരണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ എല്ലാ ബ്ലെസ്സിങ്സും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോ സാറെ ഇപ്പം വിളിച്ചത് വെച്ചാല് ഒരു 5 ലക്ഷം റുപ്യ സാറ് പറഞ്ഞ രീതിയിൽ ചെയ്യാൻ മാസം നമുക്ക് എത്ര കിട്ടും? അതായത് ഇപ്പോ ഈ പ്രോഗ്രാമിന്റെ ആദ്യ ഭാഗം കേട്ടില്ലേ? ഇല്ല, ഞാൻ കേട്ടില്ല. അതായത് ഇപ്പോ പല വിദഗ്ധരും പറയുന്നത് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വളർച്ച നമ്മൾ ഇന്ന് വരെ കാണാത്തൊരു വളർച്ച ഉണ്ടാകും എന്നാണ് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇന്ന് വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ ഇനിയുള്ള കാലങ്ങളിൽ കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് ബാങ്കിൽ കിട്ടുന്നതിന്റെ ഒരു 2 ഇരട്ടിയെങ്കിലും കിട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ പറയാറില്ലല്ലോ. 10 പ്രാവശ്യം ചോദിച്ചാലും ഞാൻ അങ്ങനെ പറയാറില്ലല്ലോ. 5 ലക്ഷം റുപ്യ ഡെപ്പോസിറ്റ് ചെയ്യാൻ മാസം നമുക്ക് എത്ര ഏകദേശം 5 ലക്ഷം റുപ്യ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 10,000 റുപ്യ നിഷ്പ്രയാസം എടുക്കാൻ പറ്റും. അതല്ല സാറേ, 10 വർഷം കഴിയാണ്ട് തന്നെ നമുക്ക് മന്ത്ലി എടുക്കാൻ പറ്റുമോ? അതായത് ഇപ്പം നമ്മൾ ഒരു നിക്ഷേപം നടത്തിയാൽ അല്ലെങ്കിൽ ഒരു ചെടി നട്ടാൽ അത് വളരാനും കായ്ക്കാനും കാത്തിരിക്കുന്നത് പോലെ നിക്ഷേപത്തിൽ നിന്നൊരു ആദായം കിട്ടാനും വേണ്ടി കാത്തിരിക്കണ്ടേ? ഇപ്പോൾ താങ്കൾ ഇപ്പോൾ 5 ലക്ഷം നിക്ഷേപം നടത്തിയിട്ട് അടുത്ത വർഷം മുതൽ തന്നെ വേണമെന്ന് പറഞ്ഞാൽ 5,000 റുപ്യ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമായിരിക്കും.
അത് ശരി. ആ ഒരു 4000 റുപ്യൊക്കെ മന്ത്ലി എടുക്കാൻ സാധിക്കും. പക്ഷേ താങ്കളെപ്പോലുള്ള ആളുകൾ അതിനെപ്പറ്റി ചിന്തിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ദീർഘകാലത്തേക്ക് വേണ്ടി അത് ചെയ്യുന്നത്. നമ്മൾ പലതവണ 53 വയസ്സായി സാറേ. ഇനിയും സമയമുണ്ടല്ലോ സാറേ. അപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് ഇപ്പോ ഒരു 3 വർഷം കഴിഞ്ഞപ്പോ 2,02,000 ചില്ലാനായിട്ടുണ്ട്. എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? 4,000 ഇപ്പൊ മാസം. അപ്പോ എത്ര 2 വർഷമാണോ ഇൻവെസ്റ്റ് ചെയ്തത്? അല്ലല്ല 5 വർഷം. 5 വർഷം. ഇനി ഒരു വർഷം കൂടി ഉള്ളൂ. ഓക്കെ. അപ്പോൾ 2,40,000 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലല്ല 2,02,000 സംതിങ്. 2000. ഓക്കെ. അപ്പൊ 2 വർഷത്തിൽ 5 വർഷത്തിൽ താഴെയാണ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അതിപ്പോ എത്ര ആയിട്ടുണ്ട്? അതാണ് ഇപ്പൊ ആയത് 2,00,000 ചില്ലാനായത്. അതെ. എല്ലാ മാസം 4,000. ഓക്കെ. ഓക്കെ. ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്ര, ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? ചെയ്യാൻ പോവുക സാറിനോട് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ. 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 അപ്പൊ എന്തായാലും ഇതുവരെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ ഇനിയുള്ള കാലത്ത് കിട്ടുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അപ്പൊ നമ്മളെ ഡെപ്പോസിറ്റ് ചെയ്തതിന് നമുക്ക് ഇതുണ്ടാവില്ല സാറേ, ഗ്യാരണ്ടി ഉണ്ടാവൂലേ? നഷ്ടപ്പെട്ടു പോവോ? ഈ ഒരു ചോദ്യം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ പറയണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ 6% 6.5% കിട്ടുന്നതിന് മാത്രമേ ഗ്യാരണ്ടി കിട്ടുന്നു പറയുള്ളൂ. ഇല്ല, പ്രൊട്ടക്ഷൻ ഉണ്ടാവും പറഞ്ഞാൽ ഇതാരും തട്ടിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യില്ല എന്നാണ് പറയുന്നത്. മാർക്കറ്റിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. അതേ സമയത്ത് ലോകത്തുള്ള വിദഗ്ധരൊക്കെ പറയുന്നത് ഇന്ന് വരെ കാണാത്ത വളർച്ച ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് വെച്ചുകൊണ്ട് ഇപ്പോൾ എന്നെ പോലുള്ള ഒരാൾക്ക് ഒരിക്കലും നിങ്ങൾ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇത്ര കിട്ടുന്നു പറയാൻ പാടില്ല, നിയമം അനുവദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ കഴിഞ്ഞ കാലത്തേക്കാൾ മെച്ചമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എന്നേ പറയാൻ സാധിക്കൂ. ആയിക്കോട്ടെ. പിന്നെ അതുമല്ല, സാറിന്റെ പ്രോഗ്രാം കേട്ട് എനിക്ക് വലിയ ഗുണം കിട്ടി. കാരണം എന്താ വെച്ചാൽ വീടുണ്ടാക്കി, കടല്ലാത്ത വീടുണ്ടാക്കി, പിന്നെ ചെറിയ ഡെപ്പോസിറ്റ് ഉണ്ടായി. എനിക്ക് ഏറ്റവും സന്തോഷം ഇത്രയും ചെലവ് ചെയ്തൊരു വീടുണ്ടാക്കിയാലും അത് കടല്ലാതെ ചെയ്തല്ലോ എന്നുള്ളതിലാണ്. 10 വർഷത്തെ ഒരു കടലാതെ തന്നെ സാറേ. അതെ. പക്ഷെ എന്തായാലും ഇനിയുള്ള ആളുകളൊക്കെ വീടുണ്ടാക്കുമ്പോൾ ഒരു സമ്പത്തിന്റെ 30% കൂടുതൽ വീടിന് വേണ്ടി ചെലവാക്കരുതെന്നുള്ള അഭിപ്രായമാണുള്ളത്. അതെ. എനിക്കിപ്പോ ഉണ്ടായിപ്പോയപ്പോ അബദ്ധം പറ്റിപ്പോയി തോന്നി. പിന്നെ ബാങ്ക് ലോണും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സമാധാനം. അതെ. എന്നാലും ഒരു സമാധാനത്തില് അവിടെ കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ, കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അതെ. പെയിന്റിങ്ങിന് തന്നെ 3 ലക്ഷം രൂപ വരും. അതെ. അപ്പോൾ എത്രത്തോളം വലുതാവുന്നു അത്രത്തോളം മെയിൻ്റെനൻസിന് കോട്ടും. അതേസമയത്ത് സാമ്പത്തിക സൗകര്യങ്ങൾ വേണ്ടത്ര ഉള്ളവർ എത്ര വേണമെങ്കിലും വലിയ വീടുണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരാളാണ് ഞാൻ, ഡ്രൈവറായി ജോലി ചെയ്യും. അതെ. എന്നാലും ഇത്രയൊക്കെ സാധിച്ചല്ലോ, ദൈവത്തിനെ സ്തുതിക്കുക, ജീവിതകാലം മുഴുവൻ സ്തുതിക്കണം. കാരണം സാറിന്റെ നല്ലൊരു ഉപദേശം എനിക്ക് നല്ല രീതിയിൽ ഏഷ്യാനെറ്റിൽ കൂട്ടുള്ള ഉപദേശം എന്ന് വേണം പറയാൻ. അതെ. ഇപ്പൊ എന്റെ കയ്യിൽ 2 ലക്ഷം ഉറുപ്പിക എടുക്കാനില്ല. അത് ഇപ്പൊ ബാങ്കിലുള്ളത് കൊണ്ട് എനിക്ക് വലിയൊരു സമാധാനം. ഓക്കെ. എന്തായാലും ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായതിൽ താങ്കൾക്ക് ആ അനുഗ്രഹങ്ങൾ നിലനിർത്താനും ഇനിയും അഭിവൃദ്ധി ഉണ്ടാകാനും വേണ്ടി ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം കേട്ടോ. വേറെ ഒരു ചോദ്യം ഇതുവരെ ബന്ധപ്പെട്ടതല്ല. എന്താ പറയൂ? ഇതിന് മുമ്പ് ഒരു ഡോക്ടർക്ക് 17 കോടി അടിച്ചു നടന്നില്ലായിരുന്നു ബ്യൂട്ടി ഷോപ്പിന്റെ? അല്ല, അവര് പൈസ എന്ത് ചെയ്യിക്കൂ? അത് അയാളോട് ചോദിക്കണ്ടേ? അയാളോട് ചോദിക്കണ്ടേ? അല്ല, സാറേര് ബന്ധപ്പെട്ടെന്നറിയാം. ഇല്ലല്ല, അയാളോട് ചോദിക്കണ്ടേ? നമ്പർ അറിയാമെങ്കിൽ ഞാനൊന്ന് ബന്ധപ്പെട്ട് നോക്കാം. ഓക്കെ. അഹല്യ ഹോസ്പിറ്റൽ ജീവിതരേഖ തുടരുന്നു. സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ശ്രീ കെ വി ഷംസുദ്ദീനാണ്. വിളിക്കേണ്ട നമ്പർ 0439141163. ഹലോ. ജീവിതരേഖയല്ലേ? അതെ, ജീവിതരേഖയാണ്, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ് സാറേ. ഞാനൊരു ഗ്ലോബൽ മാഗ്നം ഗ്ലോബൽ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു പ്ലാനിലേക്ക് ചേർന്നായിരുന്നു. ഹലോ, സംസാരിക്കുന്നതാരാ? ഞാൻ അനൂപ്. അനൂപ്, എന്താ അറിയേണ്ടത് ചോദിക്കും. ഞാൻ SBIയുടെ മാഗ്നം ഗ്ലോബൽ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു റെഗുലർ പ്ലാനിൽ ഞാനൊന്ന് ചേർന്നിട്ടുണ്ടായിരുന്നേ. അതിപ്പോ 1 വർഷം ആയി ഏകദേശം. അപ്പൊ അതിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അങ്ങനെ നല്ല ഫണ്ടാണോ എന്നുള്ളത്. താങ്കൾ അങ്ങനെ ചോദിച്ചാൽ ആൻസർ പറയാൻ സാധിക്കില്ല. ഒരു മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെ ചേർന്നു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ താങ്കൾ എന്ത് NAVക്ക് എടുത്തു, ഇപ്പോൾ അതിൻ്റെ NAV എത്ര
എന്നുള്ളത് നോക്കിയാലേ അതെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ താങ്കൾ എവിടെ എടുത്തത്? ഞങ്ങളുടെ ഓഫീസിൽ നിന്നാണോ എടുത്തത്? അല്ല ഞാൻ SBT SBT നിന്ന് എടുത്താണെങ്കിൽ അവരോട് സ്റ്റേറ്റ്മെന്റ് താങ്കൾക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അത് താങ്കൾ എവിടെ, ദുബൈയിലോ അബുദാബിയിലോ? ഞാൻ ഖത്തറിലാണ് സാറേ. ഖത്തറിൽ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോപ്പി അവർക്കോട് അയച്ചു തരാൻ പറയാം. ആ കിട്ടിയ കോപ്പി എൻ്റെ വാട്സാപ്പിലേക്ക് അയച്ചു തരിക. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു തരാം. ആ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ തന്നെ താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖത്തറിൽ നമ്മുടെ സ്ഥാപനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞങ്ങൾക്കില്ല. ഖത്തറിലുള്ള എല്ലാവർക്കും ഞങ്ങൾ ഷാർജ ഓഫീസ് വഴിയാണ് വേണ്ട സേവനം കൊടുക്കുന്നത്. ഞങ്ങൾക്ക് 2000-ൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ട് അവിടെ. ഓക്കെ. അടുത്ത കോളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരറിയിപ്പ്. ഒരു സുഹൃത്ത് അയച്ചു തന്ന വാട്സാപ്പ് സന്ദേശമാണ്. അദ്ദേഹം അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. ഫത്താഹുദ്ദീൻ മുഹമ്മദ് ഇസ്മയിൽ. അദ്ദേഹത്തിൻ്റെ ID കാർഡ്സ് 18,000 ദർഹംസ് എന്നിവ അടങ്ങിയ പേഴ്സ് നഷ്ടമായിരിക്കുകയാണ്. അബുദാബി ടൂറിസ്റ്റ് ക്ലബ് നേവി ഗേറ്റ് ഏരിയയിൽ വെച്ചാണ് നഷ്ടമായത്. ഇത് കണ്ടുകിട്ടുന്നവർ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 05041432223 എന്ന നമ്പറിലാണ് അറിയിക്കേണ്ടത്. ഫത്താഹുദ്ദീൻ മുഹമ്മദ് ഇസ്മയിൽ എന്നയാളുടെ പേഴ്സാണ് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ID കാർഡും അതുപോലെ തന്നെ 18,000 ദർഹംസും ഈ പേഴ്സിൻ്റെ അകത്ത് ഉണ്ട്. ഇത് കണ്ടുകിട്ടുന്നവർ 05041432223 എന്ന നമ്പറിൽ അറിയിക്കേണ്ടതാണ്. അടുത്ത കോളിലേക്ക്. ഹലോ. ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഗുഡ് മോർണിംഗ് സാർ. പറയൂ. ഗുഡ് മോർണിംഗ് സാർ. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ 10-15 വർഷമായിട്ട് ഗൾഫിലുള്ള ആളാണ്. ഓക്കെ. ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ ചേർന്നിട്ടില്ല. പാൻ കാർഡ് ഉണ്ടോ? പാൻ കാർഡ് ഉണ്ട്. അപ്പോൾ പാൻ കാർഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓഫീസായിട്ട് ബന്ധപ്പെട്ട്. എവിടെയാണ് താങ്കൾ ഉള്ളത്? ദുബൈയിലാണോ? ഞാൻ അബുദാബിയിലാണ്. അബുദാബിയിൽ ഞങ്ങൾ ഓഫീസുണ്ട്. അബുദാബി സലാം സ്ട്രീറ്റിൽ അഡ്നിക് ബിൽഡിങ്ങിൽ സലാം സ്ട്രീറ്റിൽ അവിടെ 4th ഫ്ലോറിൽ പോയാൽ വേണ്ട സഹായങ്ങൾ കിട്ടും. എല്ലാ സഹായം അവിടെ നിന്ന് കിട്ടും കേട്ടോ. മറ്റൊരു പ്രധാന കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രമേശ്, ഈ അടുത്ത വെള്ളിയാഴ്ച എൻ്റെ ക്ലാസ് ഉണ്ട് ഗർഹൂദിൽ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് റെസ്റ്റോറൻറ്റിൽ 5 മണി മുതൽ. താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്. തീർച്ചയായിട്ടും. ഹലോ. ഹലോ. ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ജീവിതരേഖയിലേക്ക് സ്വാഗതം എന്ന് ഞാൻ പറയുന്നു. പറയൂ. ഓക്കെ. ഞാൻ വിളിച്ചത് പിന്നെ നമ്മളെ ഇതിലാണ് ഇലക്ഷന്റെ ചർച്ചയിലേക്കാണ് വിളിച്ചത്. ഇലക്ഷന്റെ ചർച്ചയല്ല ഇപ്പോൾ നടക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി ജയിച്ച കാര്യം അറിയാമല്ലോ. ജയിച്ച കാര്യം അറിയാം. ഓക്കെ. അപ്പൊ അതിന്റെ ചർച്ചയല്ല ഇപ്പൊ ജീവിതരേഖയാണ് നടക്കുന്നത്. ഹലോ. ഹലോ. ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഗുഡ് മോർണിംഗ്. ഞാൻ വിളിക്കുന്നത് ഖത്തർ എന്നാണ്. ഓക്കെ. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ഞാൻ പറയുന്നില്ല. ഓക്കെ. ഞാൻ 12 വർഷമായി ഇതില് മോത്തിൽ ആദ്യം പെൻസിലാറിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. ഓക്കെ. അതിനുശേഷം മോത്തിലാളായി. ഇപ്പൊ എനിക്ക് മാസത്തിൽ SIP മോഡൽ ചെയ്യാൻ പറ്റുന്ന ഷെയറുകൾ ഏതെല്ലാം ഉള്ളത്? ഒറ്റയടിക്ക് നഷ്ടായാലും ലാഭായാലും ഞാൻ സഹിച്ചോളാം. സാറിന്റെ അഭിപ്രായം മാത്രം പറഞ്ഞാൽ മതി. അതങ്ങനെ ഇപ്പം ഞാനൊന്ന് പറഞ്ഞു കുറേ ഷെയർസിൻ്റെ. ആ ഷെയർസ് എല്ലാം നല്ല ഷെയർസ് തന്നെയാണ്. പിന്നെ എന്നാലും ഞാൻ SIP രൂപത്തിൽ താങ്കൾ എല്ലാ മാസവും വാങ്ങിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് നിഫ്റ്റിയിലുള്ള ഷെയർസ് വാങ്ങിക്കില്ല. ഞാൻ പറഞ്ഞതിൽ പല ഷെയർസും നിഫ്റ്റിയിലുള്ളതായിരുന്നു. ഓക്കെ. ഈ ബെല്ല് വീഗാർഡ് ബയോകോൺ ഇതിന്റെ അതിമാരകമായ വളർച്ചയാണ് ഈ 3 വർഷമായിട്ട് കാണിക്കുന്നത്. ഇത് വീണ്ടും തുടരാൻ ചാൻസ് സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? വീഗാർഡിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ. ബയോകോണിലും വിശ്വാസമുണ്ട്. ഓക്കെ. ഫിയറ്റ്. ഓക്കെ. ഫിയറ്റ് സ്റ്റാർ. ഏത്? ഓക്കെ. മാരുതി സുസുക്കി. ഓക്കെ. അത് ഇന്ത്യയെ സംബന്ധിച്ച് ആ കമ്പനി എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽ മാർക്കറ്റ് ലീഡറാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എപ്പോഴും അവരുടെ ഒരു ലീഡർഷിപ്പ് അവർക്കുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ അത് മാർക്കറ്റിൻ്റെ അതായത് എക്കോണമിയുടെ പാരലായിട്ട് പോകുന്ന ഒരു ബിസിനസ്സാണ്. പക്ഷേ ഇന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്തത് അതിനേക്കാൾ കൂടുതൽ ഓട്ടോയിൽ റെക്കമെൻഡ് ചെയ്തത് ടാറ്റ മോട്ടോഴ്സ്. ഓക്കെ. അതെ. എനിക്ക് വളരെ വിശ്വാസമുള്ള കമ്പനിയാണ്. ഓക്കെ. ശരി സാർ. ഓക്കെ. താങ്ക് യു ഫോർ കോളിംഗ്. ഹലോ.
അപ്പൊ എത്ര നേരെ ട്രൈ ചെയ്ത് പറയും. ഇപ്പൊ കിട്ടിയല്ലോ. കിട്ടി. താങ്ക് യു രമേശ്. പിന്നെ ആരാ സംസാരിക്കുന്നത്? നേരത്തെ 1 കോടി വിറ്റ ആളെ 17 കോടി വിറ്റ ആളെ ചിരിച്ചു നമ്മളൊരു വകയിലായി. ഒരാൾക്ക് കാട്ടിട്ട് അയാൾക്ക് അറിയില്ല എന്താ ചെയ്യുന്നത്. സമയം വെറുതെ വേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം. ഓക്കെ, താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് ഹക്കീം. ഹക്കീം പറഞ്ഞോളൂ. ഹക്കീം എന്താ അറിയണ്ടേ ചോദിക്കാം. പിന്നെ ഞാൻ SIP ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ 5 വർഷമായിട്ട്. പിന്നെ NRO അക്കൗണ്ട് മുഖാന്തരമാണ്. ഓക്കെ, NRO അക്കൗണ്ടിൽ പൈസ ഉള്ളത് കൊണ്ട് ചെയ്താണോ അല്ലെങ്കിൽ NRI അതെ രാജേഷിന്റെ അത് അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അന്ന് NRO അക്കൗണ്ട് വഴിയായിരുന്നു തുടക്കത്തിൽ ചെയ്തോണ്ടിരുന്നത്. അതെ, താങ്കൾക്ക് ആ ചെയ്യുന്ന സമയത്ത് NRO അക്കൗണ്ട് കുറെ പൈസ ഉണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാൻ NRO അക്കൗണ്ടിലെ പൈസ തീർന്നു. ഇപ്പൊ ഞാൻ NRI വഴി ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് അല്ല, ഒരു പ്രശ്നമില്ല. ഒരു പുതിയ ഫോളിയോ ഉണ്ടാക്കുക, പുതുതായിട്ട് ചേരുക. പക്ഷെ ഞാൻ രാജേഷിനെ വിളിച്ചിരുന്നു. രാജേഷ് എന്ന് പറഞ്ഞത് അതെനിക്ക് മാറ്റാൻ പറ്റില്ല. അതെ, ACTS കിടന്നോട്ടെ, അതൊന്നും ചെയ്യാൻ സാധിക്കില്ല. പുതിയ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ അത് ഇല്ല, അതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് NRO NRI ആക്കി മാറ്റാനൊന്നും സാധിക്കില്ല. എനിക്ക് അങ്ങോട്ട് ഇത് തന്നെ NRI ചെയ്യാനും പറ്റില്ല. അതന്നെ, ഇത് തന്നെ വേറെ ഫോളിയോ ആയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കണം. ആണോ? മാറ്റാൻ പറ്റൂ? അല്ല, ഞാൻ പറയുന്നത് ഇത് ACTS വെക്കണം. ഓക്കെ. ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് അവിടെ കിടന്ന് വളർന്നോളും. പുതുതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് NRIയിൽ ചെയ്യുകയാണെങ്കിൽ താങ്കൾ ചെയ്യേണ്ടത് ഒരു പുതിയ SIP ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ കണ്ടിന്യൂഷൻ ആണ്. അതെ, അപ്പോഴും കണ്ടിന്യൂഷൻ തന്നെയല്ലേ വരുന്നത്. ആ ഫണ്ട് തന്നെയാണോ? ആ ഫണ്ട് തന്നെ താങ്കൾക്ക് ചെയ്യുമ്പോൾ ഇന്ന് മുതൽ ചെയ്യണമെങ്കിൽ അതിനുള്ള റിട്ടേൺ ഇന്ന് മുതൽ അതിൽ ചെയ്താലും പുറത്ത് ചെയ്താലും തുല്യമായിട്ട് തന്നെയല്ലേ കിട്ടുന്നത്. അത് ശരിയാണ്. പക്ഷെ ഒരു ഓൾറെഡി 2 NROയിൽ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. അതവിടെ കിടന്നോട്ടെ. അത് എന്തിനവിടെ വില പിടിച്ച NRI പണം റെസിഡന്റ് ആക്കി മാറ്റുന്നു? അത് ചെയ്യാതിരിക്കലല്ലേ നല്ലത്. അപ്പൊ ഞാൻ ഇനി ഇത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റേ 2ലേക്ക് മാറണം. അതെ, അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. അതവിടെ കിടന്നോട്ടെ ACTS. എന്നിട്ട് പുതുതായിട്ട് തുടങ്ങാം. ഓക്കെ. ഒന്നുകിൽ അതിൽ തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല ഫണ്ടിൽ ചെയ്യുക. ഓക്കെ. IOC പിന്നെ HPCL ഫെഡറൽ ബാങ്ക്, ഇത് 3 എന്താണ് സ്ഥിതി? ഫെഡറൽ ബാങ്ക് വളരെ ഫ്യൂച്ചറുള്ളതാണ്. IOCക്കും ഫ്യൂച്ചറുള്ളത് തന്നെയാണ്. ഇന്ത്യൻ കമ്പനികൾക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? താങ്കൾ ഈ പ്രോഗ്രാമിന്റെ ആദ്യ ഭാഗം കേട്ടിട്ടില്ല. വളരെ ശുഭപ്രതീക്ഷയാണ് ഉള്ളത്. വളരെ ശുഭപ്രതീക്ഷ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ സമയം തീരുകയാണ്. ശ്രീ KV ഷംസുദ്ദീനെ ബന്ധപ്പെടേണ്ട നമ്പർ 05064678001 64678003 അല്ലെങ്കിൽ 05014555598 kvshams@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.